അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു കല്യാണപ്പന്തൽ മനസ്സിൽ കാണും. അലങ്കാരങ്ങൾ, ചമയങ്ങൾ, കുശലമറച്ചിലുകൾ, സന്തോഷ പ്രകടനങ്ങൾ, വെൽക്കം ഡ്രിങ്ക്സ് തുടങ്ങി പല വിധങ്ങളായ തിരക്കുകളും ബഹളങ്ങളും. ഇതെല്ലാം ഒരു പ്രധാന നിമിഷത്തിന് വേണ്ടിയുള്ളതാണ്. അതായത് മണവാട്ടി അല്ലെങ്കിൽ മണവാളന്റെ വരവ്. ആ നിമിഷം എല്ലാവരും നിശ്ചലമായി അവരിലേക്ക് ശ്രദ്ധിക്കും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ റമദാനിലെ ഓരോ ദിനങ്ങളും പല പ്രത്യേകതകളും പവിത്രതകളും കൊണ്ട് നിറഞ്ഞതാണ്. ഇതെല്ലാം രൂപപ്പെടുന്നതിന്റെ ഒരു കേന്ദ്രബിന്ദു ഒരു രാവാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. അല്ലാഹു തആല ഒരു മാസം അണിയിച്ചൊരുക്കിയത് ഈ ഒരു രാത്രിയുടെ കാരണം കൊണ്ടാണ്. റമദാന്റെ തിരഞ്ഞെടുപ്പ് ഖുർആൻ കാരണമാണ്. ഖുർആൻ അവതരിച്ച രാത്രിക്ക് അല്ലാഹു തആല 1000 മാസത്തേക്കാൾ പവിത്രത നൽകിയിട്ടുണ്ട്. മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കേണ്ട രാത്രിയാണെന്ന് ആണയിട്ട് പറഞ്ഞ ഒരു ദിനമാണ് റമദാൻ 27-ാം രാവ്. അവിടുന്ന് പറഞ്ഞതിങ്ങനെ: ലാ ഉറ ലൈലത്തുൽ ഖദ്രി ഇല്ല ലൈലത്ത സാബിഅത വൽ ഇശ്രീൻ. ഈ ഒരു രാത്രി ഉപയോഗപ്പെടുത്തുന്നവരാണ് യഥാർത്ഥ ഭാഗ്യവാന്മാർ. കൂട്ടമായ പ്രാർത്ഥനകൾക്കും ആരാധനകൾക്കും എപ്പോഴും ഫലം കൂടുമല്ലോ. കോടാനുകോടി സ്വലാത്തുകളും ദിക്റുകളും ഖുർആൻ പാരായണങ്ങളും പ്രാർത്ഥനാ വജസ്സുകളും നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിൽ ഈ രാത്രി നമുക്ക് മുതലെടുക്കാം. ബദ്രു സാദത്ത് സയ്യിദ് ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി തങ്ങളുടെ കൂടെ മഅദിനിൽ നമുക്ക് ഒരുമിക്കാം. ഏവർക്കും സ്വാഗതം. ലൈലത്തുൽ ഖദ്റിന്റെ പുണ്യം ലഭിച്ചവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ.